ആദരണീയ സിസ്റ്റർ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ സദസ്സിൽ അധികം പറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നീട്ടി പറയുന്നില്ല. ചോർന്നൊലിക്കുന്ന മഴ പെയ്താൽ ഓലപ്പുരയിൽ നിന്ന് വെള്ളം ചോർന്നൊലിക്കുമെന്ന വേദാറിൽ മാനസികമായി പ്രയാസപ്പെടുന്ന ഉപ്പമാർ പ്രായം തികഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് എന്റെ മകൾക്കൊരു ദാമ്പത്യ ജീവിതം സ്വയിക്കാൻ അതിനുള്ളൊരവസരം നൽകാൻ എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പാതിരാത്രികളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ രോഗം മൂലം കഷ്ടപ്പെടുമ്പോൾ ഒരു ദിവസത്തെ ഗുളിക തന്നെങ്കിലും വാങ്ങി എന്റെ രോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഉപ്പയുടെ രോഗത്തിന് വേണ്ടി മരുന്ന് വാങ്ങാനുള്ള പണമില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന സമയത്താണ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ അവിടുത്തെ ശ്വാസവും അവിടുത്തെ ഊർജവും അവിടുത്തെ സമ്പത്തും അവിടുത്തെ സമയവും ചെലവഴിച്ചുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ അഥവാ യുഎഇയിൽ ചെന്നുകൊണ്ട് അറബികളുടെയും അവിടുത്തെ ഓരോ കമ്പനിയുടെ മാനേജറെയും കണ്ടു പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ 18ഓളം നിലകളിലുള്ള ആ ബിൽഡിങ്ങില് കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് എന്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു അത്താണിയായി മാറണമെന്ന് ചിന്തിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ 1996 ഓഗസ്റ്റ് 23-ന് ഒന്നാമത്തെ ബാച്ച് 65 പേര് അബുദാബിയിൽ ഇറങ്ങി. അവിടെ നിന്നിങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്നിങ്ങോട്ട് 3000-ത്തിലധികം വരുന്ന നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അനുഭാവികൾ എല്ലാം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല നാടുകളിലും പ്രത്യേകിച്ച് പൂനൂരിലൊക്കെ അങ്ങാടിയിലിറങ്ങുന്ന പണത്തിന്റെ 50%-ത്തിലധികവും ഇന്ന് അബുദാബിയിൽ അഡ്നോക്കിൽ ജോലി ചെയ്യുന്ന മർക്കസ് അഡ്നോക്കിന്റെ കുട്ടികളുടെ പണമാണ് എന്ന കാര്യം. അതുപോലെ ഒരുപാട് നഗരങ്ങളിലും പട്ടണങ്ങളിലും അങ്ങാടികളിലും ഇറങ്ങുന്ന പണം അതാണ്. ഇതിന്റെ മൊത്തം ജീവനാടിയായ ഓരോ ഞരമ്പുകളും ഓരോ ശ്വാസവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദ് അവിടെ അങ്ങേക്ക് മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് 5 നേരത്തെ നിസ്കാരത്തിനേറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ആരോഗ്യവും അവിടുത്തെ ആയുസ്സും ഇനിയും ഒരുപാട് കാലം നിലനിർത്തുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. പാവപ്പെട്ട അത്താണിയായി, പാവപ്പെട്ടവർക്കൊരു അത്താണിയായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ബാപ്പ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കുഞ്ഞിനെ ഈ മർക്കസിലേക്ക് എടുത്തുകൊണ്ടുപോന്ന് ഇവിടെ വെച്ച് പഠനം നടത്തി പോറ്റി വളർത്തി അഡ്നോക്കിലേക്ക് അയച്ച് ഇന്ന് കുടുംബസമേതം അവിടെ ജീവിക്കുകയാണ്. മറ്റൊരു രക്ഷിതാവിൽ ലോറിപ്പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് വയലിലേക്ക് മറിഞ്ഞുകൊണ്ട് ലോറിക്കടിയിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുപോയി. ആ വീട്ടിലൊരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രം. ഉമ്മ ചിന്തിക്കുന്നു, എന്താണ് എന്റെ മക്കളെ പോറ്റാനുള്ള ഋഷിയെന്ന്. അപ്പോഴാണ് വന്നിരായ ഉസ്താദ് ആ കുട്ടിയെയും ഇവിടെ കൊണ്ടുവരുന്നത്. ഇന്ന് അബുദാബിയില് വലിയ ശമ്പളം വാങ്ങുന്ന അഡ്നോക്കിലെ പയ്യനാണ്. ഇങ്ങനെ 100 കണക്കിൽ യതീമുകളെ സംരക്ഷിക്കുകയാണ്. ഒരുപാട് കുട്ടികള്, യതീം മക്കള് ഈ സ്ഥാപനത്തിൽ പഠിച്ച യതീം മക്കളാണ് അഡ്നോക്കിൽ ജോലി ചെയ്യുന്നത്. അഡ്നോക്കി എന്ന് കേൾക്കുന്നതും AP ഉസ്താദിന്റെ സംഘടന അഥവാ മർക്കസിന്റെ ആളുകൾ എന്ന് പറയുന്നതും AP വിഭാഗം സുന്നി എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ അതൊരാവേശമായി അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ അബുദാബിയിൽ ഇതിന്റെ മേക്കിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ അടുത്ത് എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലത്തിനപ്പുറം അവിടുത്തെ ജോലി നിർത്തി നാട്ടിൽ വന്നതിന് ശേഷം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ അഡ്നോക്കിന്റെ കുട്ടികൾ അവിടെ നിന്ന് പിരിപ്പിച്ച 4 ലക്ഷത്തിന്റെ പുറത്ത് 4.5 ലക്ഷത്തോളം ഉറുപ്പിക ആ കുടുംബത്തിന് കൈമാറാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ അഡ്നോക്കിന്റെ മക്കള് ഇതിന്റെ മൊത്തം കാരണക്കാർ വന്യരായ ഉസ്താദവറുകളാണ്. അവിടത്തേക്ക് ഒരുപാട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുകയാണ്. സദാ ആത്മാർത്ഥതയോടുകൂടി
നിങ്ങളുടെ പ്രാർത്ഥന മഹാനവരുടെ ആരോഗ്യത്തിന് വേണ്ടി, മഹാനവരുടെ ദീർഘായുസിന് വേണ്ടി ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. എവിടെന്നെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നാൽ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോകണമേ എന്ന റബ്ബുൽ ഇസ്സത്തിനോടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.